നമസ്കാരം. ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണം ഇരുചക്ര വാഹനങ്ങളുടെ അതിപ്രസരത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിന് മുൻപ് നിരത്തുകളിൽ രാജാക്കന്മാരായി പണികൊണ്ടിരുന്ന SD ജാവ ബൈക്കുകളുടെ ഒരു സംഗമം ഇന്ന് എനിക്ക് മലപ്പുറത്ത് കാണാൻ പറ്റി. ഇൻ്റർനാഷണൽ ജാവ ആൻഡ് SD ഡേയുടെ ഭാഗമായി ടീം ഏറനാട് സംഘടിപ്പിച്ച ഈ സംഗമത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു കാലത്ത് നിരത്തുകളിലെ രാജാക്കന്മാരായി വാണിരുന്ന ഈ ഇരുചക്ര വാഹനങ്ങളെ ഇന്നും വളരെ കൃത്യതയോടെ പരിപാലിച്ചു പോരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മ, അതാണ് ടീം ഏറനാട്. അപ്പോൾ ഈ ഒരു സംഗമത്തിൻ്റെ കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എല്ലാവരും വാ, നമുക്ക് ഒരുമിച്ച് കാണാം ഈ കാഴ്ചകളെല്ലാം. മലപ്പുറം മുണ്ടുപറമ്പിലുള്ള ചായ്വാല റെസ്റ്റോറൻറ്റിന് മുൻപിലുള്ള ഈ സ്ഥലത്താണ് ഇൻ്റർനാഷണൽ ജാവ ആൻഡ് SD ദിനത്തോടനുബന്ധിച്ച് ടീം ഏറനാട് സംഘടിപ്പിക്കുന്ന മീറ്റപ്പ് നടക്കാൻ പോകുന്നത്. നിരവധിയായ വിൻറ്റേജ് ബൈക്കുകൾ നേരിൽ കാണാം എന്ന ആവേശത്തിൽ തന്നെയാണ് ഈ പരിപാടി കാണാൻ പോയതും അത് ചിത്രീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് തീരുമാനിച്ചതും. 1878 ചെക്ക് റിപ്പബ്ലിക്കിലെ ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഫ്രാൻറ്റിസെക് ജെനസെക്കാണ് ജാവയുടെ പിറവിക്ക് പിന്നിൽ. 1929 ജർമ്മൻ വ്യവസായിയിൽ നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ കമ്പനി ഫ്രാൻറ്റിസെക് വിലക്ക് വാങ്ങുന്നതോടെയാണ് ജാവയുടെ ചരിത്രം ആരംഭിക്കുന്നത്. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തെയും അതിജീവിച്ച് ജാവ കുതിക്കുകയായിരുന്നു. ജാവ ബൈക്കുകൾ ഇന്ത്യയിൽ ആദ്യമായി ഇറക്കുമതി ചെയ്തത് 1950-ലാണ്. ഇത് ഇറാനി സഹോദരന്മാർ നടത്തിയ യാത്രയുടെ ഫലമായിരുന്നു. അവർ 1949 ചെക്കോസ്ലോവാക്യയിലേക്ക് യാത്ര ചെയ്ത് അവിടെ നിന്നുള്ള ജാവ ബൈക്കുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് 1952 ഐഡിയൽ ജാവ ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ച ശേഷം മൈസൂരിൽ നിന്ന് ജാവ ബൈക്കുകളുടെ അസംബ്ലി ആരംഭിച്ചു. മൈസൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന റെയിൽവേ ലൈനിനടുത്തുള്ള യാദവഗിരിയിലാണ് SD ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. 1961 മുതൽ 71 വരെയുള്ള 10 വർഷം ജാവയുടെ സുവർണകാലമായിരുന്നു. നിരവധി മോഡലുകൾ ഇക്കാലയളവിൽ കമ്പനി പുറത്തിറക്കി. 1971 SD എന്ന പേരിൽ ജാവയുടെ സാങ്കേതിക പിന്തുണയിൽ മോട്ടോർ സൈക്കിളുകൾ പുറത്തിറക്കുകയായിരുന്നു. പക്ഷേ 1990-കളിൽ ഇന്ത്യയുടെ ആധുനീകരണവും ആഗോളവൽക്കരണവും വരുമ്പോൾ ചിത്രം മാറി തുടങ്ങി. കമ്പനിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം തൊഴിൽ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളുമായിരുന്നു. ഇത് കമ്പനിയുടെ പതനത്തിനാണ് വഴിവെച്ചത്. ഹോണ്ട, യമഹ, സുസുക്കി, കവാസാക്കി തുടങ്ങിയ ജപ്പാനീസ് കമ്പനികൾ ഇന്ത്യയിലെ വിപണിയിലേക്ക് കടന്നു വന്നു. സാങ്കേതികമായി മുന്നേറിയ ബൈക്കുകളാണ് ഇവർ അവതരിപ്പിച്ചത്. പഴയതുപോലെ ഭാരം കൂടിയതും പഴമ നിറഞ്ഞതുമായ മോട്ടോർ സൈക്കിളുകൾക്ക് മുമ്പിലായി ഈ പുതിയ മോഡലുകൾ ശ്രദ്ധ പിടിച്ചുപറ്റി. 1996 ആയതോടെ ആഗോളതലത്തിൽ തന്നെ ജാവ പ്രതിസന്ധി നേരിടാൻ തുടങ്ങി. യൂറോപ്യൻ വിപണിയിൽ മാത്രമായി ജാവ പതിയെ ഒതുങ്ങുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2016 മഹീന്ദ്ര ബ്രിട്ടീഷ് ഇരുചക്രവാഹന നിർമ്മാതാക്കളായ BSIയെ ഏറ്റെടുക്കുന്നതോടെയാണ് ജാവ വീണ്ടും നിരത്തിലെത്തുന്നതിന് വഴിയൊരുങ്ങിയത്. മഹീന്ദ്ര മേധാവി ആനന്ദ് മഹീന്ദ്ര ട്വിറ്ററിലൂടെയാണ് ജാവ വീണ്ടും എത്തുന്നുവെന്ന വിവരം അറിയിച്ചത്. പ്രഖ്യാപനം നടത്തി 2 വർഷത്തിനു ശേഷം മഹീന്ദ്ര വാക്കുപാലിച്ചു. 300cc എഞ്ചിൻ കരുത്തിൽ പഴയ പ്രൗഢിയോടെ തന്നെയാണ് ജാവ വീണ്ടും അവതരിച്ചത്. എന്നാൽ 60-കളിലെയും 70-കളിലെയും വിൻറ്റേജ് ജാവകൾ ഇന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പോഴും ദീർഘദൂര യാത്രകൾ സംഘടിപ്പിക്കുമ്പോഴുമെല്ലാം കിട്ടുന്ന ആ ഒരു വൈബ് നിങ്ങളിലേക്ക് കൂടി പങ്കുവെക്കാനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇന്ന് 23ാമത് ഇൻ്റർനാഷണൽ ജാവ ഡേ. ടീം എറണാട് മലപ്പുറം ജാവ സിറ്റി ക്ലബ്ബാണ് മലപ്പുറത്ത് ജാവ ഡേ സംഘടിപ്പിക്കുന്നത്. ലോകവ്യാപകമായിട്ട് ജാവ അതുപോലെ SD വണ്ടികൾ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ എല്ലാ വർഷവും ജൂലൈ 2ാമത് ഞായറാഴ്ച ഒത്തുവരുന്നൊരു പരിപാടി. ഏതാണ്ട് 96 കാലഘട്ടത്തിൽ 1996 ഇന്ത്യയിൽ നമ്മുടെ ഈ ജാവ കമ്പനി പ്രവർത്തനം നിർത്തുകയും അന്നുണ്ടായിരുന്ന SD വണ്ടികളും അതുപോലെ 1960 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ജാവ വണ്ടികളും ഇന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഇതുപോലെ ഓരോ ക്ലബ്ബുകൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ടീം എറണാട് സംഘടിപ്പിക്കുന്ന 10ാമത് ഇത് ലോകവ്യാപകമായിട്ട് 23ാമത് ഇൻ്റർനാഷണൽ ജാവ ഡേയാണ്. ടീം എറണാടിൻ്റെ 10ാമത് ഇൻ്റർനാഷണൽ ജാവ ഡേയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ക്ലബ്ബിലുള്ള ഒരുവിധം എല്ലാ മെമ്പർമാരും കുറേ മെമ്പർമാർ ചേരാനുണ്ട്. ഇപ്പോൾ നമ്മളിതുണ്ട് 50 പേരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ആൾക്കാർ എത്തിച്ചേരാനുണ്ട്. ഉച്ചവരെ നമ്മൾ ഈ പ്രോഗ്രാം ഒരു മീറ്റപ്പാണ്. നമ്മുടെ എല്ലാ റൈഡർമാരോട് പങ്കെടുക്കും. പിന്നെ നമ്മുടെ ക്ലബ്ബിലെ നമ്മുടെ റൈഡറായിട്ടുള്ള സ്വപ്നൻജിയുടെ മകൻ നീറ്റ് പരീക്ഷയിൽ റാങ്ക് നേടിയിട്ടുള്ള സ്വപ്നൻജിയുടെ മകനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ടീം എറണാട് മലപ്പുറം ജാവ സിറ്റി ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻറ്റേജ് വണ്ടികളുണ്ട്, വിൻറ്റേജ് ജാവ സിറ്റി വണ്ടികൾ കൊണ്ട് റൈഡ് സംഘടിപ്പിക്കുന്ന ക്ലബ്ബാണ്. ഒരു വർഷത്തിൽ 3 റൈഡാണ് സംഘടിപ്പിക്കുക. 3 റൈഡും ഒരു ഇൻ്റർനാഷണൽ ജാവ ഡേയാണ് നമ്മുടെ പ്രോഗ്രാം. ഒരു വർഷത്തിലെ പ്രോഗ്രാം നമ്മളുടെ ഒരു വർഷത്തിലെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫെബ്രുവരി 2nd സാറ്റർഡേ സൺഡേ നടക്കുന്ന SD വേഴ്സ് വൈൽഡാണ്. അത് കഴിഞ്ഞാൽ മെയ് 2nd സാറ്റർഡേ സൺഡേ നടക്കുന്ന ഹിൽ ടോപ്പ് ഡയറീസ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരാനുള്ളത് ജൂലൈ 2nd സൺഡേ നടക്കുന്ന ഇൻ്റർനാഷണൽ ജാവ ഡേ. പിന്നെ നമ്മളുടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സർക്കിട്ട്, അതായത് നവംബർ 2nd ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ദിവസങ്ങളായിട്ട് നടക്കുന്ന ഹൈ റേഞ്ചിൽ വെച്ച് നടക്കുന്ന നമ്മളുടെ ഹിൽ ടോപ്പ് ഡയറീസ്. ഈ 3 പ്രോഗ്രാമാണ് ടീം എറണാട് ഒരു വർഷത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഏതാണ്ട് നമ്മുടെ SD വേഴ്സ് വേൾഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ പാർട്ട് 10 ഇപ്പോൾ കഴിഞ്ഞത്. ഇനി വരാതിരിക്കുന്നത് പാർട്ട് 11. അത് 11 വർഷമായിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ ഒരേ ദിവസം, അതായത് ഫെബ്രുവരി 2nd സാറ്റർഡേ വെച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളുടെ ഹിൽ ടോപ്പ് ഡയറീസ് പാർട്ട് 7 ഇപ്പോൾ കഴിഞ്ഞത്. ഇനി അടുത്ത വർഷം 2026 വരാനുള്ളത് ഹിൽ ടോപ്പ് ഡയറീസിൻ്റെ പാർട്ട് 8. ഇതെല്ലാം ഒരൊറ്റ ഡേറ്റ്, നമുക്ക് ഒരു വർഷത്തിൽ നമ്മൾ ഈ ഫിക്സ് ചെയ്തിട്ടുള്ള ഡേറ്റ് തന്നെയാണ് ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത്. വിൻറ്റേജ് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടായ്മ, വിൻറ്റേജ് വണ്ടികളുടെ ജാവ സിറ്റി വണ്ടികളുടെ കൂട്ടായ്മ. ഇതിൽ ഒരു വണ്ടി മുതൽ 10, 15, 20 പഴയ വണ്ടികളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പഴയ വണ്ടികളെ മാത്രം സ്നേഹിക്കുന്ന ആളുകൾ. നമ്മളൊക്കെ വെച്ചിട്ട് ഈ വണ്ടികൾ വെച്ച് നമുക്ക് ഇതൊക്കെ ഒരു വികാരമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ റൈഡ് പോകുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള റൈഡർമാർ നമ്മുടെ പല റൈഡുകളിലും പങ്കെടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ബന്ധങ്ങളൊക്കെ ഈ ഒരു വണ്ടികൾ കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളാണ്. ഇതിൽ പല ആളുകളും നമ്മളുടെ നമ്പറൊക്കെ കോൺടാക്റ്റൊക്കെ തപ്പി വിളിച്ച് നമ്മളുടെ ഒരു ഫാമിലി പോലെ ആയിട്ടുള്ളത് ഈ ഒരു വണ്ടീൻ്റെ ഒറ്റ ഒരു സ്നേഹം കൊണ്ടും വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടും മാത്രമാണ്. ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 23ാമത് ഇൻ്റർനാഷണൽ ജാവ ഡേയാണ്. ഈ ജാവ ഡേക്ക് ടീം എറണാടിൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള എല്ലാ റൈഡർമാർക്കും ടീം എറണാടിൻ്റെ നന്ദി അറിയിക്കുകയാണ്.
ടീം ഏറനാട് സംഘടിപ്പിച്ച ഈ ഒരു സംഗമത്തിൻ്റെ കാഴ്ച എല്ലാവരും കണ്ടല്ലോ. നിരത്തിലെ പഴയ രാജാക്കന്മാരെ വീണ്ടും കാണുവാനുള്ള ഒരു അവസരം ഒരുക്കുക കൂടിയായിരുന്നു ടീം ഏറനാട്. എന്തായാലും കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കുടിക്കും. ഇതുപോലെയുള്ള നിരവധിയായ വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ്. ഞാൻ ബഷീർ മൂർക്കനാണ്. ബൈ.